പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ 3D മാപ്പിംഗ് തയ്യാറാക്കാൻ NIA. ഭീകരരുടെ കൃത്യമായ ദൃശ്യവൽക്കരണം 3D മാപ്പിംഗിലൂടെ സാധ്യമാകും. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വിലയിരുത്തും. ഉപഗ്രഹ ചിത്രങ്ങൾ, അന്വേഷണ സംഘം ചിത്രീകരിച്ച പുൽമേടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയ സാങ്കേതിക ഡാറ്റകൾ എന്നിവയുമായി ചേർത്താണ് 3D മാപ്പിംഗ്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മാപ്പിംഗ് തയ്യാറാക്കുന്നത്. ആളുകളെ ആക്രമണമുണ്ടായ മേഖലയിലേക്ക് എത്തിക്കാതെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയും. NIA ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് 3D മാപ്പിംഗ് തയ്യാറാക്കുന്നത്. തിരിച്ചടിക്കാൻ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണ തേടി. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും അമേരിക്ക ഉറപ്പു നൽകി. തുടർ നടപടികളും നീക്കങ്ങളും ചർച്ച ചെയ്യാൻ നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ തുടരും. വ്യോമമേഖലയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇന്ത്യ കടന്നേക്കും. നിലവിലെ സുരക്ഷ, സൈനിക നീക്കം, പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലെ തുടർ നടപടികൾ എന്നിവ നിരീക്ഷിക്കാൻ രാജ്യതലസ്ഥാനത്ത് നിർണായക യോഗങ്ങളും കൂടിക്കാഴ്ചകളും തുടരും. വ്യോമമേഖലയിൽ ഏർപ്പെടുത്തിയ വിലക്കിനപ്പുറം പാകിസ്ഥാനെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. വിനീത VG 24 ഡൽഹി.